ഒരു കാലത്ത് ലോകം ഇസ്രായേലിന്റെ അയൺ ഡോമിനെ നോക്കി അത്ഭുതപ്പെട്ടിരുന്നു. ഇന്നാകട്ടെ ഇന്ത്യയുടെ അപ്രതിരോധ്യമായ വ്യോമ പ്രതിരോധ കവചത്തെയാണ് ലോകം വിസ്മയത്തോടെ വീക്ഷിക്കുന്നത്. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. മോദി ഭരണകാലത്തെ 11 വർഷത്തെ നവീകരണങ്ങളുടെ ഫലമാണിത്. തന്ത്രപ്രധാന മേഖലകൾക്ക് കാവലൊരുക്കുന്ന തദ്ദേശീയ ആകാശ് മിസൈൽ ബാറ്ററികൾ, 2017 ഇസ്രായേലിൽ നിന്ന് സ്വന്തമാക്കിയ ബരാക് 8 MR സർഫ് 2 എയർ മിസൈലുകൾ, 2018 റഷ്യയിൽ നിന്ന് കരസ്ഥമാക്കിയ S-400 സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ സംവിധാനം, കൂടാതെ 2024 പൂർണ്ണമായും വിന്യസിക്കപ്പെട്ട DRDOയുടെ ആന്റി ഡ്രോൺ സംവിധാനങ്ങളും. ഇപ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തി ഒരു ഉരുക്കുകോട്ടയാണ്. ശത്രുക്കൾ നിസ്സഹായരാണ്. പക്ഷേ നമ്മുടെ മുന്നേറ്റം പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇന്ത്യയിൽ നിർമ്മിച്ച കാമിക്കാസെ ഡ്രോണുകൾ പാകിസ്ഥാനിലുടനീളം സൂക്ഷ്മതയോടെ പ്രഹരമേൽപ്പിച്ചു. ഇസ്രായേലിൽ നിന്നുള്ള ഹാരോപ്പ് ഡ്രോണുകൾ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്നവ ലാഹോറിലെ സുപ്രധാന വ്യോമ പ്രതിരോധ ആസ്തികൾ തകർത്തെറിഞ്ഞു. അതിനു പിന്നാലെ റഫാലുകളുടെ വരവായി. ഫ്രഞ്ച് സ്കാൽപ്, ഇന്ത്യ തദ്ദേശീയമായി സംയോജിപ്പിച്ച ഹാമർ മിസൈലുകൾ എന്നിവയുമായി അവ ആകാശമാർഗം കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രഹരം നൽകി. പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, നമ്മുടെ കരുത്തിനെക്കുറിച്ച് ആർക്കും പിന്നീട് ഒരു സംശയവും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ഉറപ്പുവരുത്തി. ഇത് ഇന്ത്യൻ വ്യോമശക്തിയുടെ നവയുഗമാണ്. ലോകം അത് ഉറ്റുനോക്കുകയാണ്.